മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂടിയാലോചിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നിലവിലെ നടപടിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ നിയമസഭയിൽ വരുമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും അത് പിന്നീട് അറിയിക്കാമെന്നും VD സതീശൻ പറഞ്ഞു. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ VD സതീശൻ വിമർശിക്കുകയും ചെയ്തു. ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രി ആരെയാണ് പേടിക്കുന്നത്? ജനങ്ങളോട് മറുപടി പറയണം. DGP അല്ല പ്രതികരിക്കേണ്ടത്, VD സതീശൻ പറഞ്ഞു. മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ചയാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണത്തിന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മറുപടി പറഞ്ഞാൽ പോരാ. പോലീസ്, ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനും മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജ പരാതികൾ നൽകുന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും ഗൂഢാലോചന നടത്തിയെന്നാണ് ഉയരുന്ന ആരോപണം. കോട്ടയം സ്വദേശിനിയായ ജീന സജി തോമസ് ആണ് പരാതി നൽകിയത്. ഇവർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുമുണ്ട്.